അർലേക്കറിന്റെ പ്രത്യേകത എന്താ? അർലേക്കർ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലം തൊട്ട് സംഘപരിവാറിന്റെ നേതാവല്ലേ? അർലേക്കർ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലം തൊട്ട് BJP നേതാവല്ലേ? BJPക്ക് യാതൊരു വിധമായ ബേസും ഇല്ലാതിരിക്കുന്ന കാലത്ത് ഗോവയിലെ BJP പ്രവർത്തകനായി തുടങ്ങി RSSകാരനായി തുടങ്ങി അവിടുത്തെ മുഖ്യമന്ത്രിയെ വരെ പരിഗണിക്കപ്പെട്ടിരുന്നല്ലോ. പരീക്കർ മാറിയ മുറയിൽ അർലേക്കർ മുഖ്യമന്ത്രിയാകുമെന്ന് കേട്ട് വാർത്തകളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഗണത്തിലുള്ള ഒരു RSSകാരൻ കേരളത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് രാവിലെ പുട്ടും കടലയും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് മുഖ്യമന്ത്രിക്ക് എന്തൊരു വെമ്പലായിരുന്നു. പുട്ട് തള്ളിയിട്ട് കൊടുക്കുകയല്ലായിരുന്നു. അർലേക്കർ മാത്രം കഴിച്ചാൽ പോരാ, അടുത്തുള്ള മറ്റ് 4-5 ഗവർണർമാരോട് ഒരുമിച്ച് വന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ പുട്ടും പഴവും കൂട്ടിയടിക്കാം എന്ന് പറഞ്ഞിരുന്ന ആളല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി? അന്നേരം ഓർത്തില്ലേ പഴയതിനേക്കാൾ മോശമാണ് പുതിയ ഗവർണറെന്ന്? ശ്രീ സ്വരാജ് ഒരിക്കൽ ചോദിച്ചതുപോലെ ഇവരിൽ നിന്നൊക്കെ മറ്റെന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന നിഷ്കളങ്കരാണോ നമ്മളൊക്കെ? അർലേക്കർ വേറെ എന്തോ ചെയ്യുമെന്നാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിചാരിച്ചത്? അന്നേരം വല്ലാത്ത വെപ്രാളം ഉണ്ടായിരുന്നു. ആ വെപ്രാളം എന്താണെന്നൊക്കെ നമുക്കറിയാലോ. ആ വെപ്രാളത്തിന്റെ ഭാഗമായിട്ടാണല്ലോ നിർമ്മല സീതാരാമനെ പോയി കാണുന്നത്, അർലേക്കറുമായി പോയി കാണുന്നത്. അർലേക്കർ മാത്രം ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് 4-5 സംസ്ഥാനങ്ങളുടെ ഗവർണർമാരെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കേണ്ട എന്താവശ്യമുള്ളത്? എന്താവശ്യമുള്ളത്? സ്വന്തം പോക്കറ്റിൽ നിന്നല്ലോ, എന്റെയും നിങ്ങളുടെയും മണമല്ലേ കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന സമയത്ത് ഇപ്പം ദക്ഷിണേന്ത്യയിലെ 5 മുഖ്യമന്ത്രിമാരെ വിളിച്ചു. നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ സ്റ്റാലിനെയും നമ്മുടെ സിദ്ധരാമയ്യയും അതുപോലെ തന്നെ ചന്ദ്രബാബുവിനെയും അങ്ങനെ 4-5 ചന്ദ്രബാബുല്ലേ മുഖ്യമന്ത്രി, അപ്പം 4-5 മുഖ്യമന്ത്രിമാരെ വിളിച്ച് പ്രഭാത ഭക്ഷണം കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാം സംഘപരിവാർ വിരുദ്ധ പോരാട്ടമാണ്, നാട് മുന്നോട്ട് വയ്ക്കുന്ന പോരാട്ടമാണ്. അങ്ങനെ ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ വേണമെങ്കിൽ പുട്ട് നമ്മൾ സ്പോൺസർ ചെയ്യുക, യൂത്ത് കോൺഗ്രസ് സ്പോൺസർ ചെയ്യുക. പക്ഷേ അതല്ലല്ലോ ചെയ്തേ. 4-5 ഗവർണർമാരെ വിളിച്ചു. ഗവർണർമാരെല്ലാം അപ്പോയിന്റ് ചെയ്യുന്നവരാ? ഇന്ത്യയിൽ ഗവർണർമാർ അപ്പോയിന്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് അല്ലേ? RSS നോമിനീസ് അല്ലേ? അപ്പൊ അവരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുവാൻ കാണിച്ച ആർജവം കാണിച്ച ആളോടുകൂടി വേണം ശ്രീ ശിവൻകുട്ടിയും ശ്രീമതി ബിന്ദുവും ഒക്കെ ഈ ചോദ്യം ചോദിക്കാൻ. ഒന്ന്,